ഒരു ഫിസിഷ്യൻ എന്ന നിലയിൽ ഒരുപാട് ഡയബറ്റിസ് കേസുകൾ കൺസൾട്ട് ചെയ്യാൻ ജീവിതത്തിൽ അവസരം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി എൻ്റെ മനസ്സിൽ തോന്നുന്നത് 25-നും 35-നും ഇടയിലുള്ള ഒരുപാട് യുവാക്കൾ അവർ നമ്മളെ വിളിക്കും. എന്നിട്ട് പറയും, എനിക്ക് പെട്ടെന്ന് തല കറങ്ങി, ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഷുഗർ കൂടുതലാണ്, 480 500 ആ മരണം വരെ മരുന്ന് കുടിക്കണം എന്നാണ് പറഞ്ഞത്. നമ്മൾ അവരോട് പറയും, ഒന്നുകിൽ നിങ്ങൾക്ക് മരണം വരെ മരുന്ന് കുടിക്കാം, അല്ലെങ്കിൽ വേറെ ഓപ്ഷൻ ഉണ്ട്, നമുക്ക് നേരിട്ട് കാണാമെന്ന് പറയും. അവർ നേരിട്ട് വരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു എന്തുകൊണ്ടാണ് ഷുഗർ വന്നത്. നിങ്ങൾ കഴിക്കുന്ന ഫുഡിൻ്റെ അളവ് കൂടുതലാണ്, എങ്ങനെ കാർബ് കുറക്കുക എന്നുള്ളത് അവരെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. പിന്നീട് ഇത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് എക്സസൈസ് ചെയ്യണം. അതെന്തൊക്കെ എക്സസൈസ് ജീവിതത്തിൽ പ്രാക്ടിക്കലി പോസിബിൾ ആണ് എന്ന് അവരെ പഠിപ്പിക്കുന്നു. മൂന്നാമതായി, നമ്മുടെ മൈൻഡിൽ സ്ട്രെസ്സും ടെൻഷനും പ്രശ്നങ്ങളും ഉണ്ടാകുന്ന സമയത്ത് അതും വീണ്ടും നമ്മെ ഷുഗർ ബ്ലോക്ക് ആക്കുന്നുണ്ട്. അതായത് ഷുഗറിൻ്റെ അളവ് കൺട്രോൾ തെറ്റുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്യാൻ വേണ്ടി എങ്ങനെ മൈൻഡ് കാമാക്കാം, എങ്ങനെ സമാധാനം ഉണ്ടാക്കാം, ഇതും പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മരുന്നില്ലാതെ അവർക്ക് മരണം വരെ ജീവിക്കാൻ സാധിക്കുന്നു. ഇങ്ങനെ ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈൽ മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വീട്ടിലെയും കുട്ടികളുടെയും മറ്റു ഫാമിലി മെമ്പേഴ്സിൻ്റെയും ലൈഫ് സ്റ്റൈൽ മാറുന്നു. അങ്ങനെ ഒരു തലമുറക്ക് തന്നെ വെൽനസ് കൊടുക്കാൻ സാധിക്കുക എന്നത് ജീവിതത്തിലെ വലിയൊരു സന്തോഷമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടാറുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് ഷുഗറിനുള്ള പരിഹാരം മരുന്ന് കുടിക്കലല്ല, മറിച്ച് ലൈഫ് സ്റ്റൈൽ ഇംപ്രൂവ് ചെയ്യലാണ്.